അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഓരോരോ ആവശ്യങ്ങൾ നിറവേറാനും ആഗ്രഹങ്ങൾ നിറവേറാനും അതുപോലെ ഓരോരോ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനുമായിട്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ദിക്ർ നമ്മൾ ധാരാളം അധികരിപ്പിച്ചാൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അതുപോലെ നമുക്ക് സ്വർഗത്തിൽ കടക്കാനായിട്ട് ഈ ഒരു ദിക്ർ മതിയാവും. സ്വർഗത്തിലേക്കുള്ള പദവികൾ ഉയർത്തപ്പെടും. അതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും. നമ്മുടെ തെറ്റുകൾ പുറത്തു തരും. നമുക്ക് എന്താണോ ആവശ്യങ്ങൾ അത് അല്ലാഹു നിറവേറ്റി തരും. ഈ ഒരു ദിക്റിൻ്റെ മഹത്വം പറഞ്ഞാൽ എണ്ണിയാൽ തീരില്ല. ഒരുപാട് ഫലമുള്ള ഒരു ദിക്റാണ്. നമ്മളിപ്പോൾ ഒരാവശ്യങ്ങൾ നിറവേറാനുണ്ടായിട്ട് നമുക്കത് ആഗ്രഹം നിറവേറാൻ പറ്റാതെ ഇരുന്നിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പറ്റാഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾ ധാരാളം അധികരിപ്പിച്ചാൽ നിങ്ങളുടെ ആ ഒരു വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരും. എന്നിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് അല്ലാഹു നിങ്ങൾക്ക് തരുകയും ചെയ്യും. എപ്പോഴും പറയും പോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വാസം വേണം. നമുക്ക് ഇങ്ങനെ ഒരു അമല് ചെയ്താൽ നമുക്ക് അല്ലാഹു ഉത്തരം തരുമെന്ന ഉറച്ചൊരു വിശ്വാസം വേണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചൊല്ലി നോക്കാൻ പാടില്ല. അപ്പോൾ നമുക്കതിനുള്ള ഫലം കിട്ടില്ല. നമ്മൾ ഇതിൽ വിശ്വസിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. എന്നിട്ട് നമ്മൾ ചൊല്ലണം. ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുമ്പോൾ ഉളുവോട് കൂടി കിബിലക്ക് മുന്നിട്ട് ഇരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യുക. എന്നിട്ടൊരു 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് അൽ അസീം എന്നുള്ള ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു 33 തവണയോ നിങ്ങൾക്ക് എത്രയാണോ കഴിയുക, 113 313 സ്വലാത്ത്, ഏത് സ്വലാത്തുമാവട്ടെ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് നബിയുടെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്യുക. ശേഷം നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ 313 തവണ ആ ഒരു ഇരിപ്പിലിരുന്നിട്ട് ചൊല്ലി തീർക്കുക. എന്നിട്ട് ശേഷം നിങ്ങൾ നബിയുടെ ഹദറത്തിലേക്ക് നിങ്ങൾ എത്രയാണോ സ്വലാത്ത് ചൊല്ലിയത് ആ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ദുആ അള്ളാഹു തട്ടിക്കളയില്ല, സ്വീകരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും കിട്ടും. നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നടക്കുകയും ചെയ്യും. നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. അതുപോലെ സ്വർഗത്തിൽ കടക്കാനായിട്ട് ഈ ഒരു ദിക്ർ കാരണമാവും. നമുക്ക് ഈ ഒരു ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് ഫലങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ഒന്നായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സ്വർഗത്തിൽ കടക്കാൻ ഈ ഒരു ദിക്ർ കാരണമാവും. അത് തന്നെ പോരെ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഒരു ദിക്ർ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ ചൊല്ലിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരും. ഒരു ദിവസം നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഫലം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം 5 ദിവസം 21 ദിവസം ഇങ്ങനെ നിങ്ങൾക്കൊരു സെക്കൻഡ് സമയം പോലെ കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരും. രോഗമുള്ളവരാ ചൊല്ലുന്നതെങ്കിൽ ആ ഒരു രോഗം അള്ളാഹു ശിഫ തരും. നമുക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയാസം മാറ്റിത്തരും. പട്ടിണി പാടില്ലാത്ത ജീവിതം അള്ളാഹു തരും. ദാരിദ്ര്യം മാറ്റിത്തരും. നമ്മുടെ ജോലിയിൽ ബറക്കത്ത് തരും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരും. ഇൻഷാ അല്ലാഹ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.